നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വർഗീയതയോട് സന്ധിയില്ലാത്ത പോരാട്ടമാണ് CPM-ന്റേത്. കിട്ടുന്ന വേദികളിലൊക്കെ മുഖ്യമന്ത്രിയും CPM-കാരും വാചകമടിക്കുന്നതാണ്. എന്നാൽ ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ വർഗീയത പറയുന്നത് ഇക്കൂട്ടരുമാണ്. മന്ത്രിമാർ പോലും പച്ച വർഗീയത വിളിച്ചു കൂവുന്നു. പറഞ്ഞു വരുന്നത് സജി ചെറിയാന്റെ കാര്യം തന്നെയാണ്. സജി ചെറിയാൻ നടത്തിയ മലപ്പുറം, കാസർഗോഡ് ജില്ലകളെക്കുറിച്ചുള്ള പരാമർശം വലിയ രീതിയിൽ പൊട്ടിത്തെറിയിലേക്ക് എത്തി നിൽക്കുകയാണ്. CPM-കാർക്ക് പോലും ഇത് വലിയ തിരിച്ചടി ഉണ്ടാക്കിയിരിക്കുന്നു. ആ സജി ചെറിയാനെ ഏതെങ്കിലും മൂലയിൽ പിടിച്ച് പൂട്ടിയിടൂ എന്ന് മുഖ്യമന്ത്രി ഉത്തരവിടേണ്ടി വന്നിരിക്കുന്ന ഗതികേട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ സജി ചെറിയാൻ വാങ്ങു തുറക്കരുതെന്നാണ് CPM നേതാക്കൾ പറയുന്നത്. എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് മൂന്നാം ഭരണത്തിന് വട്ടം കൂട്ടി വരികയാണ്. അതിനിടയിൽ ജനങ്ങളെ വെറുപ്പിക്കുന്ന പണി കാണിക്കരുത് സജി ചെറിയാൻ എന്നുള്ള കട്ടായം വിമർശനമാണ് മന്ത്രിക്ക് നേരെ വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിലും സജി ചെറിയാൻ CPM-ന് എപ്പോഴും പണി കൊടുക്കുന്ന ആളാണ്. വാ തുറന്നാൽ സജി ചെറിയാൻ കാരണം CPM എയറിലാണ്. പണ്ട് ഒരു കുന്തവും കൊടച്ചക്രവും ഭരണഘടനയെക്കുറിച്ച് പറഞ്ഞ ആളാണല്ലോ. അത് കഴിഞ്ഞ് എത്രയോ വിവാദ പ്രസ്താവനകളാണ് സജി ചെറിയാന്റെ വായിൽ നിന്ന് വന്നിരിക്കുന്നതും CPM എന്ന പാർട്ടി മുൾമുനയിൽ വീണിട്ടുള്ളതും. എന്തായാലും ഇത്തവണയും അത് തെറ്റിച്ചില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് മൂട്ടിൽ വന്ന് നിൽക്കുമ്പോഴാണ് സജി ചെറിയാന്റെ വാവിട്ട വാക്ക്. ഇതോടെ വലിയ രീതിയിൽ കലിപ്പിച്ചു നിൽക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇത്തരത്തിലുള്ള വാവിട്ട വാക്കുകൾ ഒരു നേതാക്കളും പറഞ്ഞു പോകരുത് എന്ന് മുഖ്യമന്ത്രി ഉത്തരവിട്ടിരിക്കുകയാണ്. ഇതിനിടയിൽ CPM-ൽ നിന്ന് തന്നെ വലിയ അടി കിട്ടിയതോടെ സജി ചെറിയാൻ താൻ പറഞ്ഞ പ്രസ്താവനയെ ഒന്ന് ന്യായീകരിക്കാൻ വേണ്ടി വന്നിരുന്നു. ചെന്നുപെട്ടത് മാധ്യമങ്ങളുടെ വായിലേക്കാണ്. മാധ്യമങ്ങൾ വെറുതെ വിടുമോ? അവരെടുത്തിട്ട് കുടഞ്ഞു. അതോടെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ സജി ചെറിയാൻ മാധ്യമങ്ങൾക്ക് നേരെ കലിപ്പിച്ചു നിൽക്കുകയായിരുന്നു. മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ധാർഷ്ട്യവും അഹങ്കാരവുമായിരുന്നു, പുച്ഛഭാവവുമായിരുന്നു സജി മന്ത്രിക്കുണ്ടായിരുന്നത്. തന്റെ പ്രസ്താവനയെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ മാധ്യമ പ്രവർത്തകരോടും കട്ടക്കലിപ്പിൽ പോരാട്ടത്തിനിറങ്ങിയിരിക്കുകയായിരുന്നു സജി മന്ത്രി. മലപ്പുറം, കാസർഗോഡ് ജില്ലകളെക്കുറിച്ച് മന്ത്രി നടത്തിയ പരാമർശങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളായിരുന്നു മാധ്യമങ്ങളുമായുള്ള വാക്ക് തർക്കത്തിന് കാരണം. തെരഞ്ഞെടുപ്പിൽ BJP ജയിച്ച സീറ്റുകളെയും മുസ്ലിം ലീഗ് ജയിച്ച സീറ്റുകളെയും ചേർത്ത് വെച്ച് മന്ത്രി നടത്തിയ ബ്രാക്കറ്റിംഗ് പരാമർശമാണ് വലിയ വിവാദത്തിന് വഴിവെച്ചത്. മതേതര സമൂഹത്തിൽ ചില ജില്ലകളെ മാത്രം എടുത്തു പറയുന്നത് എന്തിനാണ് എന്ന് മാധ്യമ പ്രവർത്തകർ സജി ചെറിയാനോട് ചോദിച്ചു. താൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി വ്യക്തത വരുത്തിയിട്ടുണ്ട് എന്ന് മന്ത്രി മറുപടി നൽകി. BJPക്ക് വേണ്ടി ജയിച്ച ആളുകളുടെ പേരും ലീഗിന് വേണ്ടി ജയിച്ച ആളുടെ പേരും നോക്കിയാൽ മതിയെന്നും കാസർഗോഡും മലപ്പുറവും മാത്രം എടുത്തു പറയുമ്പോൾ അതിൽ സ്വാഭാവികതയില്ല എന്നും സജി ചെറിയാൻ പറഞ്ഞു. ഒരു മതേതര സമൂഹത്തിൽ അത് ബ്രാക്കറ്റ് ചെയ്ത് പറയരുതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. എന്നാൽ CPM സ്ഥാനാർത്ഥികൾ തോറ്റ ഇടങ്ങളിലെല്ലാം വർഗീയവാദികളാണ് ജയിച്ചത് എന്നാണോ മന്ത്രി ഉദ്ദേശിക്കുന്നത് എന്ന് മാധ്യമങ്ങൾ വിടാതെ വീണ്ടും ചോദിച്ചു. ജനം വോട്ട് ചെയ്തല്ലേ ജയിച്ചത്, ആരാണെങ്കിലും വോട്ട് ചെയ്തല്ലേ എന്നായി മാധ്യമ പ്രവർത്തകരുടെ വീണ്ടുമുള്ള ചോദ്യം. അങ്ങനെ സംസാരിക്കരുത് നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് കത്തിക്കയറുകയായിരുന്നു മാധ്യമങ്ങളോടും സജി ചെറിയാൻ. മിനിസ്റ്റർ എന്തുകൊണ്ട് മലപ്പുറവും കാസർഗോഡും വരുമ്പോൾ മാത്രം ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നു എന്ന് മാധ്യമങ്ങൾ വീണ്ടും ചോദിച്ചു. CPM സ്ഥാനാർത്ഥികൾ ജയിച്ചില്ല എന്നതുകൊണ്ട് ജയിച്ച ആളുകളൊക്കെ വർഗീയവാദികളാണോ? ജനം വോട്ട് ചെയ്തല്ലേ ആളുകളെ ജയിപ്പിച്ചത്, അല്ലാതെ വർഗീയവാദികളെ അല്ല ജനങ്ങൾ ജയിപ്പിച്ചതെന്ന് മിനിസ്റ്റർക്ക് അറിയില്ലേ? തുടങ്ങി പല ചോദ്യങ്ങളും സജി ചെറിയാന്റെ ഉത്തരം മുട്ടിക്കുന്നത് മാധ്യമങ്ങൾ ചോദിച്ചു. തുടർന്നാണ് ഒന്നും പറയാനില്ലാതെ വന്ന ഘട്ടത്തിൽ സജി മന്ത്രി സ്ഥിരം നമ്പർ പുറത്തെടുത്തത്, അതായത് കട്ടക്കലിപ്പ്. മാധ്യമങ്ങളോട് നീയൊക്കെ പോയി പണി നോക്ക്, സൗകര്യമില്ല മറുപടി പറയാൻ എന്നൊക്കെയുള്ള അഹങ്കാരവും ധാർഷ്ട്യവുമായിരുന്നു പിന്നെ കണ്ടത്. അതായത് തിരിച്ചൊന്നും പറയാനില്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയേ പെരുമാറൂ എന്നുള്ള ഒരു നിലപാടാണ് സജി ചെറിയാൻ എടുത്തിരിക്കുന്നത്. മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ ഇതിനോടകം തന്നെ യൂത്ത് കോൺഗ്രസ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. മന്ത്രി നടത്തിയത് സത്യപ്രതിജ്ഞാ ലംഘനമാണെന്നും വർഗീയ വിദ്വേഷം വളർത്തുന്ന പരാമർശമാണിതെന്നും പ്രതിപക്ഷം ആരോപിച്ചു. ഭരണഘടനയെ തള്ളിപ്പറഞ്ഞതിലൂടെ ഒരിക്കൽ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്ന സജി ചെറിയാന് ഈ പുതിയ വിവാദം വീണ്ടും തലവേദനയാകുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. എന്നാൽ സജി ചെറിയാന്റെ പ്രസ്താവന കൈവിട്ടുപോയതുകൊണ്ട്, അല്ല വാവിട്ടുപോയതുകൊണ്ട് ഇതിനെന്തും ക്യാപ്സൂൾ ഇറക്കണം എന്നറിയാതെ നട്ടം തിരിയുകയാണ് CPM-കാരിപ്പോൾ. എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കാത്തിരിക്കുമ്പോഴാണ് സജി ചെറിയാന്റെ വക പണി കിട്ടിയത്. മന്ത്രി സജി ചെറിയാന്റെ വിവാദ പരാമർശത്തിന് മറുപടി പറയാതെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഓടി ഒളിക്കുകയായിരുന്നു. AK ബാലന്റെ പ്രസ്താവനയെക്കുറിച്ചുള്ള ചോദ്യത്തിനും ഗോവിന്ദൻ മറുപടി നൽകിയില്ല. ഇരു നേതാക്കളുടെയും പ്രസ്താവനകളിൽ CPM സംസ്ഥാന നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയാണുള്ളത്.
പ്രതിപക്ഷത്തിനെതിരായ സമുദായ നേതാക്കളുടെ വിമർശനത്തെ വഴിതിരിച്ചുവിടാൻ സജിയുടെ പരാമർശം ഇടയാക്കി എന്നാണ് വിലയിരുത്തൽ. സജി ചെറിയാന്റെ വിവാദ പരാമർശത്തിൽ വ്യാപക പ്രതിഷേധം ഉയരവെ മന്ത്രിക്കെതിരെ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രംഗത്ത് വന്നു. മന്ത്രിയുടെ വിദ്വേഷ പരാമർശം ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള നീക്കമാണെന്ന് സതീശൻ പറഞ്ഞു. സജി ചെറിയാന്റെ പ്രസ്താവന മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്നും കേരളത്തിൽ തീപ്പൊരി വീഴാൻ കാത്തിരിക്കുന്നവരുടെ കൈകളിലേക്ക് തീപ്പന്തം എറിഞ്ഞുകൊടുക്കുന്ന നടപടിയാണ് CPM ചെയ്യുന്നതെന്നും വി ഡി സതീശൻ വിമർശിച്ചു. കേരളത്തിൽ CPMന്റെ അവസാനത്തിന്റെ ആരംഭം ഇതുകൊണ്ട് കുറിക്കും. ആർക്കാണ് ഇതുകൊണ്ട് ലാഭമുണ്ടാകുക കാണാം. ഞാൻ ഈ പറയുന്നത് കുറിച്ചു വെച്ചോ എന്നും സതീശൻ മറുപടി കൊടുത്തു. ആളുകളെ ഭിന്നിപ്പിച്ച് രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ സംഘപരിവാർ പാതയാണ് CPM തെരഞ്ഞെടുത്തിരിക്കുന്നതെന്നും വി ഡി സതീശൻ വിമർശിച്ചു. സമുദായ നേതാക്കൾ തന്നെ താരതമ്യം ചെയ്ത് ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കളെ പുകഴ്ത്തി പറയുന്നതിൽ തനിക്ക് സന്തോഷമേ ഉള്ളൂവെന്നും വി ഡി സതീശൻ പ്രതികരിച്ചു. തന്നെക്കാൾ മികച്ച നേതാക്കൾ പാർട്ടിയിലുണ്ട്. രമേശ് ചെന്നിത്തല തന്റെ നേതാവാണെന്നും സതീശൻ വ്യക്തമാക്കി. രാഷ്ട്രീയ നേതാക്കൾ പരിധി വിട്ട് സമുദായ നേതാക്കളെ ആശ്രയിച്ച ഒരു കാലത്ത് താൻ വിമർശിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ നേതാക്കളെയാണ് വിമർശിച്ചതെന്നും സതീശൻ പറഞ്ഞു. എന്തായാലും SNDP NSS വിമർശനങ്ങൾക്ക് കൂടിയാണ് വി ഡി സതീശൻ മറുപടി കൊടുത്തത്. ഇതിനിടയിൽ വലിയ രീതിയിൽ സജി ചെറിയാനെ വിമർശിച്ചുകൊണ്ടായിരുന്നു വി ഡി സതീശനും സംസാരിച്ചത്. സജി ചെറിയാന്റെ പ്രസ്താവനകൾ പ്രതിപക്ഷം ഒരു ആയുധമാക്കി എടുത്തിരിക്കുകയാണ്. ഇതിൽ അപകടം മണത്ത് പിണറായി വിജയൻ സജി ചെറിയാനെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. സജി ചെറിയാൻ ഇനി വാ തുറക്കരുതെന്നാണ് മുഖ്യമന്ത്രി ഉത്തരവിട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.